സംഘിന് വേണ്ടി പണിയെടുക്കുന്ന, സംഘിൻ്റെ വിഭജനാശയങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ സമൂഹത്തിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റത്തത്. അല്ലെങ്കിൽ എന്താണ്, വലിയ തിയറീസൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ അറിയാനിട്ടല്ല. ബേസിക് ഇഷ്യൂ ഈസ് നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റി കുഴപ്പത്തിലാണ് എന്ന് ഒരു സാധാരണ പൗരന് സംശയം തോന്നാൻ കഴിയുന്ന സകല സാഹചര്യവും ഈ നാട്ടിലുണ്ട്. പക്ഷെ സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ അടക്കം വലിയ മാധ്യമ പുങ്കവന്മാർ ഈ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടുകയാണ്. ഭയപ്പെടുക മാത്രമല്ല, ഇത് ഭയപ്പെടൽ മാത്രമല്ല, ചോദ്യം ചോദിച്ചാൽ പിടിച്ച് നമ്മളെ അകത്തിടാനൊരു നിയമമില്ല. ആ ചോദ്യം ചോദിച്ചാൽ ഒരു കോടതിയിലും പോയിട്ട് ഈ ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളെ അകത്തിടുന്ന് ന്യായീകരിക്കാനും പറ്റില്ല. അപ്പോൾ അതിനാണ് സേവ എന്ന് പറയുക. ഈ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയ്ക്ക് സേവ ചെയ്തു കൊടുക്കുക. സർക്കാരിൻ്റെ പിന്നിലുള്ള പാർട്ടി പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന് പണിയെടുത്തു കൊടുക്കുക. നമ്മളിപ്പോൾ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ചോദിച്ചാൽ ജനം, മലയാളി അടക്കം സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അത് ചിന്തിക്കാൻ പാടില്ല. ഇതിൻ്റെ ഗുണം ആർക്കാണോ രാഷ്ട്രീയ ഗുണം കിട്ടുന്നത് അവർക്കാവശ്യമുള്ള പണിയെടുത്ത് കൊടുക്കുന്ന മനുഷ്യന്മാർ, മാധ്യമപ്രവർത്തകരുടെ വേഷം കെട്ടി നമുക്കിടയിലും ഉണ്ടാവാം, ഉണ്ട്. മനസ്സിലായില്ലേ? അത്തരം സംഘിന് വേണ്ടി പണിയെടുക്കുന്ന, സംഘിൻ്റെ വിഭജനാശയങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ സമൂഹത്തിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റത്തത്. അല്ലെങ്കിൽ എന്താണ്, വലിയ തിയറീസൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ഈ ചോദ്യം ചോദിക്കാൻ അറിയാനിട്ടല്ല. അവരാ ചോദ്യം ചോദിക്കില്ല. അവരെന്ത് ചെയ്യണം? പ്രതികാരത്തിൻ്റെ സംഹാര താണ്ഡവത്തെക്കുറിച്ച് സംസാരിക്കും. യുദ്ധം പാപമാണെന്നും അത് ആത്യന്തികമായി മനുഷ്യരെ കൊല്ലുകയാണെന്നും ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞാൽ അയാൾ രാജ്യവിരുദ്ധനായിട്ട് സ്ഥാപിക്കാൻ അവർ വട്ടമേശ സമ്മേളനം നടത്തും. അത്തരം വൈറ്റ് കോളർ സ്ലീപ്പർ സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഈ നാടിനെയാണ് നമുക്ക് മറികടക്കേണ്ടത്. അതിന് മേലെ കൂടിയാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. എത്ര കാലം പിന്നിട്ട് പോയാലും നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട, അവരുടെ ചോര ചിതറിയ ഈ സംഭവത്തിൻ്റെ സെക്യൂരിറ്റി പ്രശ്നം നാം ചോദിക്കേണ്ടത് തന്നെയാണ്. അത് ചോദിക്കാനുള്ള ബാധ്യത പൗരന്മാർക്കും കോടതികൾക്കും എല്ലാം ഉണ്ട്. ആരെങ്കിലുമൊക്കെ നിശബ്ദരായാലും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ചിലരെങ്കിലും അവശേഷിക്കുന്നത് പ്രിയങ്ക ഖാർഗെ പോലുള്ള, മുഹമ്മദ് മൊയ്ത്രയെ പോലെയുള്ള, പപ്പു യാദവിനെ പോലെ, അദ്ദേഹം ഇനി പശ്ചാത്തലം എന്തായാലും പോലും ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യം അത്ര വാലിഡാണ്. അത് ആര് ചോദിച്ചാലും ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ് പ്രസക്തി.